എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച നടന്ന 10th പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രൊവിഷണൽ ആൻസർ ഒക്കെയാണ് നോക്കാം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ഷോട്ട്ഗായ്. ഓപ്ഷൻ എ ഷോട്ട്ഗായ്. CE ഒന്നാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. CE ഒന്നാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. യൗദേയർ. ഓപ്ഷൻ ബി യൗദേയർ. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ദാമിൻ കോഹ്. ഓപ്ഷൻ ഡി ദാമിൻ കോഹ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. ഓപ്ഷൻ എ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. ഓപ്ഷൻ സി കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EP രാജഗോപാലൻ. ഓപ്ഷൻ ബി EP രാജഗോപാലൻ. അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ. അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ എ ഡൗസൻ. ഓപ്ഷൻ എ ഡൗസൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദേശീയ അച്ചടിശാല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല സെന്റ് ജോസഫ് പ്രസ്. ഓപ്ഷൻ സി സെന്റ് ജോസഫ് പ്രസ്. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുംഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുംഗ്യാൽ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹിമാലയം. താഴെ തന്നിരിക്കുന്നതിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. ഓപ്ഷൻ ബി ആരവല്ലി. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? താഴെ തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഒന്നാമത്തെ, ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ, തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല. സുവർണ ചതുഷ്കോണം. ഓപ്ഷൻ സി സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. ഓപ്ഷൻ എ കാവേരി. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ. ഓപ്ഷൻ ബി രാജസ്ഥാൻ ബാഗർ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു അലോഹ ധാതുവാണ്. അലോഹ ധാതു മൈക്ക. ഓപ്ഷൻ സി മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ബങ്കർ. ഓപ്ഷൻ എ ബങ്കർ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ
ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി, സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലി. ഓപ്ഷൻ എ, അരുണ അസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? 1913. ഓപ്ഷൻ ഡി, 1913. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. ഓപ്ഷൻ എ, മണിപ്പൂർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ബെൽഹാം സമ്മേളനം. ഓപ്ഷൻ ബി, ബെൽഹാം സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ ഡി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓപ്ഷൻ ഡി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭേദഗതി. ഓപ്ഷൻ ബി, 86-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ എ, സ്വരൺ സിംഗ് കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ഓപ്ഷൻ എ, ഗവർണർ. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? രാജസ്ഥാൻ. ഓപ്ഷൻ സി, രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. ഓപ്ഷൻ ബി, 2005. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. ഓപ്ഷൻ ബി, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ഓപ്ഷൻ എ, മാഡം ഭിക്കാജി കാമ. ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനം അംഗീകരിച്ചത് എന്നാണ്? ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനുവരി 24, 1950. ജനുവരി 24, 1950. ഓപ്ഷൻ ഡി. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? കോ വാറന്റോ. ഓപ്ഷൻ എ, കോ വാറന്റോ. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതാണ്? കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതാണ്?
ശരിയായത് 1 താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾക്കൊള്ളുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഒന്നാമത്തെ ചിന്നാർ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. മൂന്നാമത്തെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 and 3. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. പിന്നെ രണ്ടാമത്തെ വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. താഴെ കൊടുത്തിട്ടുള്ള ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ജില്ലകൾ. താഴെ കൊടുത്തിട്ടുള്ള ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ. ഓപ്ഷൻ എ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഓപ്ഷൻ എ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഓപ്ഷൻ എ പാമ്പാടുംചോല. അർജുന അവാർഡ് നേടിയ കെ.സി. ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അർജുന അവാർഡ് നേടിയ കെ.സി. ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഒന്നാമത്തെ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. പിന്നെ രണ്ടാമത്തെ വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2 ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മൂന്നാമത്തത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. അപ്പൊ ആൻസർ എന്ത്? ഓപ്ഷൻ ബി 3 മാത്രം ശരി. 3 മാത്രം ശരി. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട തടാകം. ഓപ്ഷൻ ബി ശാസ്താംകോട്ട തടാകം. 1972 ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? 1972 ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? നീണ്ടകര. ഓപ്ഷൻ സി നീണ്ടകര. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ വാഗൺ ട്രാജഡി. പിന്നെ രണ്ടാമത്തെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം. നാലാമത്തെ നിസ്സഹന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 2 and 4 ശരി. ഓപ്ഷൻ എ. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ബാലസമുദായ പരിഷ്കരണ സഭ. ബാലസമുദായ പരിഷ്കരണ സഭ. ഓപ്ഷൻ സി. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളുടെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട. ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. ഓപ്ഷൻ ബി. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ സി അയ്യങ്കാളി. ഓപ്ഷൻ സി അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഒന്നാമത്തെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആപ്തവാക്യം. മൂന്നാമത്തെ കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. നാലാമത്തെ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. പാൻസ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരി. ഓപ്ഷൻ ബി. കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന സഹോദര പ്രസ്ഥാനം. ഓപ്ഷൻ എ സഹോദര പ്രസ്ഥാനം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വ രാജ്യം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം അസർബൈജാൻ. ഓപ്ഷൻ ഡി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് എ കെ ഗോപാലൻ. ഓപ്ഷൻ സി എ കെ ഗോപാലൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. DNA-ക്ക് ഉള്ളതും RNA-ക്ക് ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ ബി തൈമിൻ. തൈമിൻ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം സി. ജീവകം സി. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1. ഓപ്ഷൻ ബി. ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ. ഓപ്ഷൻ എ ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? വെണ്ട. ഓപ്ഷൻ ബി വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? കുഷ്ഠരോഗ നിർമാർജനം. കുഷ്ഠരോഗ നിർമാർജനം. സിംഹവാലൻ കുരങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. ഓപ്ഷൻ എ സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ഓപ്ഷൻ സി കൊൽക്കത്ത. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം DDT. DDT. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓപ്ഷൻ ബി. സിങ്ക് ലോഹവും നിർമ്മിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏത്? സിങ്ക് ലോഹവും നിർമ്മിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ഒരു ആറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്ര? ഒരു ആറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? ഓപ്ഷൻ സി 18. 18. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകമേത്? ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകമേത്? വസ്തുവിന്റെ നിറം. വസ്തുവിന്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോൾ? പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോൾ? എപ്പോഴും തുല്യമാണ്. ഓപ്ഷൻ എ എപ്പോഴും തുല്യമാണ്. ഒരു കലോറി എത്ര ജൂൾ ആണ്? ഒരു കലോറി എത്ര ജൂൾ ആണ്? ഓപ്ഷൻ സി 4.2 ജൂൾ. 4.2 ജൂൾ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ള അളവ് ഏത്? പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ള അളവ് ഏത്? ബി ഊർജം. ഓപ്ഷൻ ബി ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? കൊബാൾട്ട് 60. ഓപ്ഷൻ എ കൊബാൾട്ട് 60.
അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയത് ശരിയായത് ഏത്? അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയത് ശരിയായത് ഏത്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ എസ് ക്യൂബ്. ഓപ്ഷൻ എ സെക്കൻഡ് ക്യൂബ്. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ ഡി 110. 24, 60 എന്നീ സംഖ്യയുടെ ലസാഗു എത്ര? ഓപ്ഷൻ ബി 120. 0.061 ഇൻറ്റു 1.3 എത്ര? ഓപ്ഷൻ ബി 0.0793. വർഗവും വർഗമൂല്യവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏത്? ഓപ്ഷൻ സി 1. ആദ്യത്തെ 5 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം എന്ത്? ഓപ്ഷൻ ഡി 0. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ വേഗത എത്ര? ഓപ്ഷൻ സി 60 കിലോമീറ്റർ പെർ മണിക്കൂർ. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഓപ്ഷൻ ഡി 10. 2/7ന്റെയും 1/4ന്റെയും തുക എത്ര? ഓപ്ഷൻ എ 15/28. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45 വർദ്ധിച്ചു എങ്കിൽ പുതുതായി വന്നയാളുടെ പ്രായം എത്ര? 65. ഓപ്ഷൻ സി 65. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യയുടെ തുക എത്ര? ഓപ്ഷൻ ഡി 128. 2, 6, 12, 20, 30 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? ഓപ്ഷൻ ബി 42. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ സി 120. 15 × 6 + 120 ഹരിക്കണം 4 - 50 = ഓപ്ഷൻ ഡി 70. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? ഓപ്ഷൻ ബി 2/10. അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1. 4 വർഷം കഴിഞ്ഞ് ഇത് 4:1 ആകുന്നുവെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻ എ 60. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 25, 9, 16, 42, 49, 64. ഓപ്ഷൻ സി 42. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു എന്നാൽ വാങ്ങിയ വില എത്ര? ഓപ്ഷൻ ഡി 500. 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ സി 730. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ സി 5. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. ടീച്ചറെയും ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയാൽ ടീച്ചറുടെ ഭാരം എത്ര? ഓപ്ഷൻ സി 66. താങ്ക് യു.